നമസ്കാരം. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഗ്രന്ഥങ്ങളിലൊന്നായ വേദങ്ങൾക്ക് ഒരു രഹസ്യ കോഡുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അതെ, ഇന്ന് നമ്മൾ ആഴത്തിലിറങ്ങിച്ചെല്ലുന്നത് വേദങ്ങളിലെ ആ നിഗൂഢ രഹസ്യമെന്താണെന്ന് കണ്ടെത്താനാണ്. അപ്പോ സാധാരണയായി നമ്മൾ വേദങ്ങളെപ്പറ്റി കേട്ടിട്ടുള്ളത് എന്താണ്? അത് വെറും പ്രകൃതി ദേവതകളെ സ്തുതിക്കുന്ന പാട്ടുകളാണ് എന്നൊക്കെയാണ്, അല്ലേ? പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ കാണുന്നതിനപ്പുറം മനുഷ്യന്റെ മനസ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ബോധത്തിന്റെ ഒരു രഹസ്യ ഭൂപടം അതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ? ഓക്കെ, അപ്പോ ഈ രഹസ്യത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പണ്ഡിതന്മാരെ ഒരുപാട് കാലം കുഴപ്പിച്ച ഒരു വലിയ ചോദ്യം, ഒരു പ്രഹേളിക. സാധാരണയായി വേദങ്ങളെപ്പറ്റി പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് സൂര്യനെയും അഗ്നിയെയും മഴയെയുമൊക്കെ ആരാധിക്കുന്ന കുറേ പാട്ടുകളാണ് എന്നാണ്. അതായത് പ്രകൃതിയിലെ ശക്തികളെ ദൈവങ്ങളായി കണ്ട് ആരാധിക്കുന്ന ഒരു രീതി. വളരെ ലളിതമായൊന്ന്. പക്ഷേ ഇവിടെയാണ് ഒരു വലിയ പ്രശ്നം വരുന്നത്. വേദങ്ങൾ ഇത്ര ലളിതമായ പ്രകൃതി ആരാധനയാണെങ്കിൽ അതിനുശേഷം വന്ന ഉപനിഷത്തുകൾ എങ്ങനെയാണ് ഇത്ര ഗഹനമായ ആത്മീയ ചിന്തകളും ഫിലോസഫിയുമൊക്കെ ചർച്ച ചെയ്യുന്നത്? ദേവന്മാരെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പോലും അവിടെ എത്തുമ്പോഴേക്കും മാറുന്നു. ഇത് തമ്മിലൊരു ചേർച്ചയില്ലായ്മയില്ലേ? അതെ, ആ ഒരു ചോദ്യമാണ് ഏറ്റവും വലിയ പ്രഹേളിക. ഈ രണ്ട് കാലഘട്ടങ്ങൾക്കിടയിൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു? ഇത്രയും വലിയൊരു മാറ്റം, ഒരു കുതിച്ചുചാട്ടം എങ്ങനെയുണ്ടായി? ഇതിനൊരുത്തരം കിട്ടാതെ പണ്ഡിതന്മാർ ഒരുപാട് കാലം തലപുകഞ്ഞ് ആലോചിച്ചു. ഇവിടെയാണ് ശ്രീ അരബിന്ദോ എന്ന തത്വചിന്തകന്റെ കടന്നുവരവ്. അദ്ദേഹം തികച്ചും വ്യത്യസ്തമായ ഒരു വിപ്ലവകരമായൊരാശയം മുന്നോട്ടുവച്ചു. അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊരു കുതിച്ചുചാട്ടമുണ്ടായിട്ടേയില്ല. കാരണം ആ രഹസ്യം പണ്ടുമുതലേ വേദങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. അരബിന്ദോയുടെ സിദ്ധാന്തം ഇതാണ്: വേദം നമ്മൾ വിചാരിക്കുന്നതുപോലെ ബാഹ്യപ്രകൃതിയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, മറിച്ച് അതൊരു പ്രതീകാത്മകമായ ഗ്രന്ഥമാണ്. അതിലൊരു കോഡ് ഭാഷയുണ്ട്. പുറമേ കാണുന്ന ഓരോ കാര്യത്തിനും, ഉദാഹരണത്തിന് അഗ്നി എന്ന് പറയുമ്പോൾ അതിന് നമ്മുടെ ഉള്ളിലുള്ള മനഃശാസ്ത്രപരമായ ഒരു രഹസ്യാർത്ഥം കൂടിയുണ്ട്. ഒരുതരം ആത്മീയ രഹസ്യങ്ങൾ ഒളിപ്പിച്ചുവെച്ച ഒരു ഭൂപടം പോലെ. ഓക്കെ, അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. അരബിന്ദോ പറയുന്നത് ഉപനിഷത്തുകളിൽ ദേവന്മാർ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പ്രതീകങ്ങളാണെന്ന് വ്യക്തമാണെന്നാണ്. അതുപോലെ വേദത്തിലെ സോമരസം എന്നത് നമ്മുടെ ഉള്ളിലെ മനസ്സിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വേദം ഒരു പൂട്ടാണെങ്കിൽ അതിന്റെ താക്കോൽ തനിക്ക് കിട്ടിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്തായിരുന്നു ആ താക്കോല്? അത് പുരാതന സംസ്കൃത ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. ഒരേ വാക്കിന് തന്നെ പല അർത്ഥങ്ങൾ വരും. ഈ ഒരു സാധ്യത ഉപയോഗിച്ച് വേദങ്ങളെ വായിക്കുമ്പോൾ അവയുടെ അർത്ഥം കുലിലം മാറുകയാണ്. വെറും യാഗമന്ത്രങ്ങൾ എന്നതിൽ നിന്ന് ഒരു മനുഷ്യന്റെ ആത്മീയ യാത്രയുടെ വളരെ വ്യക്തമായ വിവരണങ്ങളായി അവ മാറുന്നു. അപ്പോൾ ശരി, ഈ ഒരു പുതിയ താക്കോൽ വെച്ച് വേദങ്ങളിലെ ചിഹ്നങ്ങളെ വായിച്ചാൽ എന്തായിരിക്കും നമുക്ക് കിട്ടുക? നമുക്കൊന്നും നോക്കാം. ഇതൊന്നു നോക്കൂ. നമ്മൾ യജ്ഞമെന്ന് കേൾക്കുമ്പോൾ തീയിലിട്ട് ഹോമിക്കുന്ന ഒരു ചടങ്ങാണ് ഓർമ്മ വരുന്നത്. എന്നാൽ അരബിന്ദോയുടെ വ്യാഖ്യാനത്തിൽ നമ്മൾ ദൈവത്തിനായി സമർപ്പിക്കുന്ന ഏത് പ്രവൃത്തിയും അത് പുറത്തായാലും അകത്തായാലും ഒരു യജ്ഞമാണ്. അതുപോലെ സോമമെന്നത് ഒരു ചെടിയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ദൈവികമായ ആനന്ദമാണ്. പശുവും കുതിരയുമെല്ലാം നമ്മുടെ ബോധത്തിന്റെ രണ്ട് ഭാവങ്ങളാണ്, അറിവും ശക്തിയും. അഗ്നിയാകട്ടെ നമ്മളെ സത്യത്തിലേക്ക് നയിക്കുന്ന ഇച്ഛാശക്തിയും. കണ്ടില്ലേ, എല്ലാം മാറുന്നു. ശരി, ഈ പുതിയ കാഴ്ചപ്പാട് വേദത്തിലെ ഏറ്റവും വലിയൊരു വിവാദ വിഷയത്തെയാണ് മാറ്റിമറിക്കുന്നത്. അതെ, ആര്യന്മാരും ദസ്യുക്കളും തമ്മിലുള്ള യുദ്ധം. പൊതുവെയുള്ള ചരിത്രവാദം എന്താണ്? പുറത്തുനിന്ന് വന്ന ആര്യന്മാർ ഇന്ത്യയിലെ ദസ്യുക്കളെ യുദ്ധം ചെയ്ത് കീഴടക്കിയെന്നതാണ്. എന്നാൽ അരബിന്ദോ പറയുന്നത് അതല്ല. ഇതൊരു ചരിത്ര സംഭവമേ അല്ല. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നടക്കുന്ന ഒരു ആത്മീയ യുദ്ധത്തിന്റെ പ്രതീകാത്മകമായ വിവരണമാണ്. പ്രകാശത്തിന്റെ ശക്തികളും അന്ധകാരത്തിന്റെ ശക്തികളും തമ്മിലുള്ള ഒരു യുദ്ധം. അപ്പോൾ ഈ വ്യാഖ്യാനത്തിൽ ആരാണ് ആര്യന്മാർ? അവർ സത്യത്തിനുവേണ്ടി നിലകൊള്ളുന്ന പ്രകാശത്തിന്റെ ശക്തികളാണ്. ദസ്യുക്കളോ നമ്മുടെ ഉള്ളിലെ അജ്ഞതയുടെയും പരിമിതികളുടെയും ശക്തികളാണ്. അപ്പോൾ യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു? നമ്മുടെ ഉപബോധ മനസ്സിൽ ഈ ദസ്യുക്കൾ ഒളിപ്പിച്ചുവെച്ച സത്യത്തിന്റെ പ്രകാശത്തെ, അതായത് സൂര്യന്റെ പശുക്കളെ മോചിപ്പിക്കാനുള്ളൊരു പോരാട്ടമായിരുന്നു അത്. ചുരുക്കത്തിൽ ഇതൊരു ആന്തരിക പോരാട്ടമാണ്. അപ്പോൾ ഈ ആന്തരിക യുദ്ധത്തിൻ്റെയൊക്കെ ലക്ഷ്യമെന്താണ്? അതാണ് വൈദിക പാതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ആത്മാവിന്റെ മുകളിലേക്കുള്ള ഒരു യാത്ര. വേദങ്ങളിലെ ഋഷിമാർ പറയുന്നത് നമ്മുടെ ബോധം പല തട്ടുകളിലൂടെ മുകളിലേക്ക് കയറിപ്പോകുമെന്നാണ്. നമ്മൾ തുടങ്ങുന്നത് പൃഥ്വി അഥവാ നമ്മുടെ ഈ ഭൗതികമായ ബോധത്തിൽ നിന്നാണ്. അവിടെ നിന്ന് പ്രാണന്റെ തലമായ അന്തരീക്ഷത്തിലൂടെ ശുദ്ധമായ മനസ്സിന്റെ തലമായ ദ്യൗസിലേക്ക്, അതിനു മുകളിൽ ഋതം ബൃഹത് എന്ന സത്യബോധത്തിന്റെ തലത്തിലേക്ക് എത്തുമ്പോഴാണ് പൂർണ്ണമായ ദൈവികാനന്ദം ലഭിക്കുന്നത്.
ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് യഥാർത്ഥ യാഗമെന്നത് ഈ യാത്രയാണെന്ന് പറയുന്നതെന്ന്? ഇതൊരു ആന്തരികമായ വികാസമാണ്, മനുഷ്യനെ ദിവ്യത്വവുമായി ഒന്നിപ്പിക്കാനുള്ളൊരു യാത്ര. അതുകൊണ്ടാണ് യാഗത്തിന് അധ്വര എന്ന് പേര് വന്നത്. അതിനർത്ഥം യാത്ര എന്ന് തന്നെയാണ്. ലക്ഷ്യം ഒന്നേ ഉള്ളൂ, അമർത്യതയും സത്യവും നേടുക. അപ്പോ വേദങ്ങൾക്ക് ഇങ്ങനെ ഒരു രഹസ്യാർത്ഥമുണ്ടെങ്കിൽ അതൊരു പുതിയ വാതിൽ തുറക്കുകയാണ് അല്ലേ? നമ്മുടെ ഏറ്റവും പുരാതനമായ കഥകളും ഗ്രന്ഥങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ വെറും ചരിത്രമോ കെട്ടുകഥകളോ ആയിരിക്കില്ല. ഒരുപക്ഷേ അവ നമ്മുടെ ഭാവിയുടെ പരിണാമത്തിലേക്കുള്ള ഭൂപടങ്ങളായിരിക്കുമോ? ഈ ഒരു പുനർവായന നമ്മളെ ചിന്തിപ്പിക്കുന്നത് അതാണ്. ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത എത്രയെത്ര പുരാതന ജ്ഞാനങ്ങൾ ഇനിയുമുണ്ടാകാം.